നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കത്തുമായി വീണ്ടും VS. CPM PB യോഗം തലസ്ഥാനത്ത് തുടരുന്നതിനിടെ സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും കേന്ദ്ര നേതൃത്വത്തിന് VSന്റെ കത്ത്. സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി ജനകീയ സമരങ്ങളിൽ പാർട്ടി ഇടപെടണമെന്ന VS അച്യുതാനന്ദൻ. മകൻ അരുൺകുമാർ മുഖേന നൽകിയ കത്തിൽ പാർട്ടി ദുർബലമായ സ്ഥലങ്ങളിൽ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കാട്ടി ദേശീയ തലത്തിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നും VS. പുതിയ നീക്കം VSന്റെ അച്ചടക്ക ലംഘനം അന്വേഷിക്കുന്ന PB കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ കേന്ദ്ര നേതൃത്വം നടപടി സ്വീകരിക്കാനിരിക്കെ അതേസമയം സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന പരാതിയിൽ VSനെതിരെയുള്ള നടപടി പരസ്യ ശാസനയിൽ ഒതുങ്ങിയേക്കും. ബഡ്ജറ്റ് മാറ്റാൻ സമ്മർദ്ദം. 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേന്ദ്ര ബഡ്ജറ്റ് മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ കക്ഷികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ. നിലവിലെ സാഹചര്യത്തിൽ BJP സർക്കാർ പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ അത് ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് ഗുലാം നബി ആസാദ്. ബഡ്ജറ്റിൽ ജനപ്രിയ തീരുമാനങ്ങൾ ഉണ്ടായാൽ നീതിപൂർവമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താനാകില്ല. മാർച്ച് 8-ന് മണിപ്പൂരിലും UPയിലും നടക്കുന്ന അവസാനഘട്ട തിരഞ്ഞെടുപ്പിന് ശേഷമേ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കാവൂ എന്നും ആവശ്യം. എന്നാൽ ബഡ്ജറ്റ് അവതരണം മാറ്റിവെക്കില്ലെന്ന് വ്യക്തമാക്കി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ബഡ്ജറ്റ് ഭരണഘടനാപരമായ ആവശ്യമാണെന്നും 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനു മുമ്പും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും വിശദീകരണം. പാളിപ്പോയ പരീക്ഷണം. നോട്ട് അസാധുവാക്കലിൽ സർക്കാർ വാദം പൊളിച്ച് പിൻവലിച്ച 97% നോട്ടുകളും ബാങ്കുകളിൽ എത്തിയതായ റിപ്പോർട്ട്. ഡിസംബർ 30 വരെയുള്ള കണക്കനുസരിച്ച് മടങ്ങിയെത്തിയത് 14.97 ലക്ഷം കോടിയുടെ നോട്ടുകൾ. എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകാതെ ഒഴിഞ്ഞുമാറി BJP സർക്കാർ. നോട്ട് അസാധുവാക്കലിലൂടെ സർക്കാർ കണക്ക് കൂട്ടിയിരുന്നത് പിൻവലിച്ച നോട്ടുകളിൽ 3 മുതൽ 5 ലക്ഷം കോടിയോളം രൂപ ബാങ്കുകളിൽ തിരിച്ചെത്തില്ലെന്ന്. പുറത്തുവന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര നടപടികൾ പരാജയമെന്നതിന്റെ തെളിവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. കേന്ദ്ര സർക്കാർ യഥാർത്ഥ കണക്ക് പുറത്തുവിടണമെന്നും ആവശ്യം. അതേസമയം നവംബർ 1 മുതൽ ഡിസംബർ 30 വരെ വിദേശത്തായിരുന്ന ഇന്ത്യക്കാർക്ക് മാർച്ച് 31 വരെ നോട്ട് മാറിയെടുക്കാമെന്നിരിക്കെ ശതമാനം ഇനിയും ഉയർന്നേക്കും. നോട്ട് മാറിയെടുക്കാൻ കൂടുതൽ സമയം ശേഷിക്കെ 97% നോട്ടുകളും തിരിച്ചെത്തിയതിന്റെ മനോവിഷമത്തിൽ മോദി സർക്കാർ. ഉള്ളു തുറന്നും ഉന്നം പിടിച്ചും. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തുറന്നു സമ്മതിച്ചും ഇടതു സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും രമേശ് ചെന്നിത്തല. പാർട്ടിയിൽ ഉമ്മൻചാണ്ടി ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. അനുനയ ശ്രമങ്ങൾക്ക് KPCC അധ്യക്ഷന്റെ പിന്തുണയെന്നും പ്രതിപക്ഷ നേതാവ്. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത പിണറായി സർക്കാർ പൂർണ്ണ പരാജയം. 7 മാസത്തെ ഇടതുഭരണം ജനജീവിതം ദുരിതമയമാക്കിയെന്നും വിജിലൻസിന്റെ പ്രവർത്തനം പ്രഹസനമായെന്നും ചെന്നിത്തലയുടെ ആക്ഷേപം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2670 രൂപ, പവൻ 21,360 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകൾ ഇനി വൈകുന്നേരം 5:30. നമസ്കാരം.